ഇപ്പോൾ ഈ സിനിമയിലെ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിന് ജെയിംസ് ഡാനിയൽ എന്ന കഥാപാത്രത്തിന്റെ പിന്തുടർന്നാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഈ എഴുത്തിന്റെ അല്ലെങ്കിൽ ആലോചനയുടെ ഏത് ഘട്ടത്തിലാണ് ഈ കഥാപാത്രം ഇന്ന നടൻ മമ്മൂട്ടി എന്നുള്ളൊരു നടൻ ചെയ്യട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നത്? തിരക്കഥ മൊത്തം ആയി കഴിഞ്ഞിട്ടാണ്. നടന് വേണ്ടി ഞാൻ എഴുതി എന്നുള്ള എഴുതിയിട്ടില്ല. നടന് വേണ്ടി ഒരു സീനും ഇല്ലല്ലോ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ. അങ്ങനെ ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ ഇത് മൊത്തം ആക്കി കഴിഞ്ഞിട്ട് ഈ കഥാപാത്രത്തിനോട് നീതി പുലർത്താനുള്ള ഒരു ആക്ടർ ആരാണ് നമുക്ക്, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് കുറച്ച് ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ ചില ബാക്ക് സ്റ്റോറീസ് പറയാനായിട്ട് ചില ഗ്രാവിറ്റി ആവശ്യമുണ്ട്. ചില ആൾക്കാരുടെ ഒരു 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 എന്താ പറയുന്നത്, അവർ ചെയ്തു വെച്ച മുൻ കഥാപാത്രങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ഒരു ചില രീതികൾ നമുക്ക് ആവശ്യമുണ്ട്. അത് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക ഇത് കറക്റ്റായിട്ട് ഇതിനെ ഈ കോംപ്ലക്സ് ആണ്, കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, ന്യൂവൻസ്ഡ് ആണ്. അപ്പം പ്രത്യക്ഷത്തിൽ നോക്കിയാൽ മനസ്സിലാവില്ല. കുറച്ച് അതായത് സിനിമയിലെ കുറെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഈ കഥാപാത്രത്തിലുള്ളത് അത് ഫില്ല് ചെയ്യുന്നത് ആക്ടർ കൂടെ ചേർന്നിട്ടാണ്. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു ആൾ ചെയ്യണം. അത്രയും എന്താ പറയുന്ന എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ചെയ്യണം എന്നുള്ളതുണ്ട്. അങ്ങനെയാണ് ഡാനിയലായിട്ട് മമ്മൂക്കയിലോട്ടൊന്ന് പ്രസന്റ് ചെയ്യാനായിട്ട്. മോഹൻലാലിന്റെ കാര്യത്തിലോ? ലാൽ സാറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ സിനിമയുടെ ഒരു ക്രൂഷ്യൽ ഘട്ടത്തിൽ ഡാനിയലിന്റെ ഒരു സുഹൃത്ത്, അതും ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ആവശ്യമുള്ള ഒരു വ്യക്തി, ഡിഫൻസിലുണ്ടായിരുന്നൊരു വ്യക്തി, അദ്ദേഹത്തിനും ഒരു റൂട്ട് കോസ് ഉണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത്. അങ്ങനെ ഒരാൾക്ക് അദ്ദേഹത്തിനും ഈ പറഞ്ഞ പോലെ ആ ബാക്ക് സ്റ്റോറി എല്ലാം ചിലപ്പോൾ ഒരു ഷോട്ടിൽ തന്നെ, ഒരു ഫ്രെയിമിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ള ഒരവസ്ഥയിൽ തന്നെയാണ് റഹീം എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അത് ഒരിക്കലും ഞാൻ അദ്ദേഹം ഇത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചല്ല അദ്ദേഹത്തിനോട് കഥ പറയാൻ പോകുന്നത്. ആ സമയത്ത് എന്നോടൊപ്പം എൻ്റെ നിർമ്മാതാവ് ആൻഡ്രൂ യൂസഫ് ഉണ്ട്, ആനണി ചേട്ടനുണ്ട്. ലാൽ സാറിനോട് പറയുന്ന സമയത്ത് ലാൽ സാറിന് ഇതിനകത്ത് എല്ലാം മനസ്സിലായി, എല്ലാ ലെയറുകളും മനസ്സിലായി. കാരണം ഞാൻ ഇതിനകത്ത് ജമാൽ ഖഷോഗിയുടെ റെഫറൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, അത് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ പറഞ്ഞ കിങ് ജോങ് ഉന്നിൻ്റെ ബ്രദറിൻ്റെ ഒരു അസാസിനേഷൻ നടന്നിരിക്കുന്ന ഒരു മലേഷ്യൻ എയർപോർട്ടിൻ്റെ അത് മനസ്സിലായി. ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകളെ കുറിച്ചിട്ടുള്ള സംഭവങ്ങളും എല്ലാം അദ്ദേഹത്തിന് മനസ്സിലായി. ഈ ബാക്കിയുള്ള അവസ്ഥയിൽ ഇപ്പോൾ ഈ മ്യൂസിക് ബോക്സിനകത്തുള്ള ആ എക്സ്ട്രാക്ഷൻ, ആ കാർലോസ് ഗോസിൻ്റെ എക്സ്ട്രാക്ഷൻ, അതും അപ്പോൾ ഇതെല്ലാം പലതരത്തിലുള്ള ഡിസിഡൻസ് ആണ്. അപ്പം ഈ ഡിസിഡൻസിൻ്റെ എല്ലാ സാധനങ്ങളും അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കഥ കേൾക്കുന്നത്. അതിനുശേഷം റഹീമിലേക്ക് എത്തിയപ്പം റഹീമിൻ്റെ ട്രജക്ടറി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞാണ് എനിക്കിത് ഓക്കെ ആയിട്ട് തോന്നുന്നു. പിന്നെ ഇതിനകത്തുള്ളൊരു കൾമിനേഷൻ പുള്ളി തന്നെ പറഞ്ഞു, ഞാൻ കുറേ കാലമായി അങ്ങനെ ചെയ്തിട്ട്, പക്ഷെ അത് ചെയ്യാം, ഇനിയെങ്കിലും ചെയ്യണ്ടേ എന്ന് അദ്ദേഹം പറയുകയാണ്. അതൊരു വലിയ തീരുമാനമാണ്. അത് അദ്ദേഹത്തെ പോലൊരു ആക്ടർ എടുക്കുന്നത് വലിയ തീരുമാനമാണ്.